അങ്ങനെ സോളോ ട്രിപ്പിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മലേഷ്യ എത്തിയിരിക്കുകയാണ്. എൻ്റെ ചാടിയ പോലെ ഇങ്ങോട്ട് ചാടുന്നോ? ഓ, എൻ്റെ മുടിയെല്ലാം പിടിച്ചു. അമ്മേ. സിംഗപ്പൂരിലെ മെറീന ബേയുടെ ബാൽക്കണിയിൽ നിന്ന് ബൈ ബൈ പറയാണ്. ഇവിടെ നിന്ന് ചാടിയാലോ എന്ന് ആലോചിക്കാണ്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ ബാൽക്കണി ഇനി മിസ് ചെയ്യാൻ പോവാണ്. നല്ല കിടക്കാച്ചി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടു, ഓൾറെഡി ഒരുപാട് പേര് ചോദിച്ചു ഇത്ര എക്സ്പെൻസീവ് ഹോട്ടലൊക്കെ എന്തിനാ സ്റ്റേ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില ആഗ്രഹങ്ങൾ വെക്കും. 10 കൊല്ലത്തിന് മുമ്പേ ഈ മെറീന ബേയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നതേ ആ ഗാർഡനിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എന്നാണൊന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെയും ദൈവം മാനിക്കുന്നു പറയത്തില്ലേ. ഞാൻ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, പാഷനേറ്റ് ആയിട്ട് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് ഞങ്ങളിപ്പം എൻജോയ് ചെയ്യുന്നതും. പാവങ്ങൾക്ക് കൊടുത്തുകൂടെയും ചോദിച്ചു. നമ്മൾ പാവങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഉള്ളതിൽ ഞാൻ തീരെയും യോജിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കുക. പിന്നെ ചിലതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അത് ഇപ്പോൾ ഗീവ് അവേ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ. പക്ഷെ എന്നാലും മാക്സിമം പറയാതിരിക്കുക. നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്തിനാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നാൽ പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ. അപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതും നമ്മളുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ പിന്നെ വേറെ ആൾക്കാരോട് പറയാൻ പറ്റുമോ, അല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുമ്പോൾ ലെവിക്കുട്ടനും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ലെവിക്ക് ഇതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ കീഴടക്കിയ ഒരു ഫീലാണ് കേട്ടോ. അവൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേര് പറഞ്ഞു ലെവി വന്നതിന് ശേഷം കഷ്ടകാലമാണല്ലോ എന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല. ലെവി വന്നതിന് ശേഷം ബ്ലെസ്സിങ്സ് ആണ്. ഞങ്ങൾക്ക് ആപത്താനത്തൊന്നും ഇല്ലല്ലോ. അതിലാണ് ഞങ്ങൾ ഹാപ്പി. പിന്നെ ലെവിക്കുട്ടിന് ചെറുതായിട്ട് ഒരു പനിയുണ്ട്. അത് വാക്സിനേഷൻ വന്നതിൻ്റെ അതാണെന്ന് തോന്നുന്നു. അതിൽ എനിക്കും പനി കിട്ടി. അച്ഛയ്ക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നു. അച്ഛൻ ഓൾറെഡി മലേഷ്യക്ക് പോയി. അപ്പോൾ ഇന്നും എൻ്റെ ലെവിക്കുട്ടൻ്റെ സോളോ ട്രിപ്പാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മമ്മിയും ഡാഡിയുണ്ട്. പക്ഷെ അവരുടെ ഫ്ലൈറ്റ് 5 മണിക്കും എൻ്റെ ഫ്ലൈറ്റ് 4:15-നുമാണ്. ടിക്കറ്റ് സെയിം ഫ്ലൈറ്റിന് കിട്ടിയില്ല. മമ്മിയുടെ ഡാഡിയുടെയും പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നില്ലേ. മമ്മിയും ഡാഡി ഇതേപോലെ തന്നെ 10 കൊല്ലത്തിന് മുമ്പേ ആഗ്രഹിച്ചതാണ് എൻ്റെ കൂടെ ആ ട്രിപ്പിന് വരാൻ. അന്നായിരുന്നു അക്കയുടെ പ്രസവം, ഫസ്റ്റ് ബേബിയുടെ, നമ്മുടെ അപ്പൂസിൻ്റെ. ഏപ്രിൽ 17-ാം തീയതി അക്കയ്ക്ക് വേദന സ്റ്റാർട്ട് ചെയ്തു. മമ്മിയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു സിംഗപ്പൂർക്കുള്ളത്. അപ്പോൾ ഏപ്രിൽ 18-ാം തീയതിയാണ് നമ്മുടെ അപ്പൂസ് ഉണ്ടായത്. ഓക്കെ, അപ്പം അതുകൊണ്ട് മമ്മിയുടെ ആ ഇതിൽ മമ്മിക്ക് അതുകൊണ്ട് സിംഗപ്പൂർ വരാൻ പറ്റിയില്ല. അന്നത്തെ ആഗ്രഹം ദൈവം സഹായിച്ചു കൊടുത്തത് മമ്മിയുടെ ഡാഡിയുടെയും 10 കൊല്ലത്തിന് ശേഷമാണ്. അപ്പം ഞാൻ മകൾ എന്നുള്ള രീതിയിൽ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. എനിവേ, ഞാനിപ്പോൾ പറയാൻ വന്നത് ഞങ്ങൾ സോളോ ട്രിപ്പാണ്. ഞാൻ ലെവിക്കുട്ടൻ്റെ. നിങ്ങളുടെ പ്രാർത്ഥന വേണം. എങ്ങനെയായിരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. അച്ഛൻ ഓൾറെഡി ഇന്നലെ അവിടെ എത്തി. ലഗേജും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡൗണിൽ കൊണ്ടുവച്ചു. മമ്മിയും ഡാഡിയും ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ഇൻട്രോ പറഞ്ഞിട്ട് താഴോട്ട് പോകാമെന്ന് കരുതി. അത് മാത്രമല്ല, മെറീന ബേയുടെ ഇൻഫിനിറ്റി പൂളും കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ പോയി ടാക്സി ബുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അത് കണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ നേരെ താഴെ പോയിട്ട് ടാക്സി ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ആക്കട്ടെ. എയർപോർട്ടിലേക്കുള്ള യാത്ര കാണാം എങ്ങനെയാണ്. ഓക്കെ, വിസിറ്റ് ആണോ? ഓക്കെ. എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞു. ഇത് ഫാമിലി. ഓ നൈസ്. നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ ഈ മലയാളി ഫാമിലിയെ കണ്ടത്. അവരും 5 ഡേയ്സ് എന്തോ ട്രിപ്പാണ്. സിംഗപ്പൂർ, മലേഷ്യ, ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് അവരെല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഈ ടാക്സി ഡ്രൈവറായിട്ട് നേരെ ഇപ്പോൾ ടെർമിനൽ 4-ലേക്ക് പോവാണ്. പുള്ളിയെ ഞാൻ പേർപ്പസ്ലി വ്ളോഗ് എടുത്തത് എന്താണെന്നറിയാം, ഭയങ്കര വർത്താനമായിരുന്നു. ഭയങ്കര റീസണബിൾ പ്രൈസാണ്, അതാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി പുള്ളി കൂട്ടി പറയാനുള്ള പ്ലാനാണെന്ന്. $25 ഉള്ളൂ കേട്ടോ ചാർജ്. പക്ഷെ പുള്ളി നമ്മളിൽ നിന്ന് എടുത്ത $56 നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യായിരുന്നു. ഞാൻ ആക്ച്വലി തന്നെയുള്ള ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഹറിബറി ആയിപ്പോയി. ഹലോ, അങ്ങനെ എൻ്റെ ലെവിയുടെയും ചെക്കിൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. മമ്മിക്കും ഡാഡിക്കും ടെർമിനൽ 1-ലാണ് ഫ്ലൈറ്റ്. അപ്പം ബസ് കയറി, ഷട്ടിൽ കയറിയിട്ട് ബസ്സുണ്ട് ഇവിടെ. നേരെ നമുക്ക് ടെർമിനൽ 1-ലേക്ക് പോവാം. സോ ആ ടാക്സി ആളില്ലേ, അയാൾ
$20 അല്ലെങ്കിൽ $30 ഉള്ളൂ കേട്ടോ ചാർജ്. അതിൽ ചാർജ് ചെയ്തിരിക്കുന്നത് $50. അപ്പോൾ കെയർഫുൾ ആവുക നിങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതൊക്കെ. ബിക്കോസ് നമ്മളെ ഞാൻ വിചാരിച്ചു എൻ്റെ ലഗേജും അതുപോലെ കുഞ്ഞുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അച്ചാടേയും ചോദിച്ചു, അച്ഛ പറഞ്ഞു അവരും 6 സീറ്ററാണ് എടുത്തത്, $20 ആയുള്ളെന്ന്. അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേറെ രീതിയിൽ പോകും, അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതേ ലിഫ്റ്റിൽ കയറി നമ്മൾ നേരെ ഷട്ടിൽ ബസ് പിടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഷട്ടിൽ ബസ്സൊക്കെ കയറി നേരെ ടെർമിനൽ 1 വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ, നേരത്തെ വന്നിട്ട് കൂടി. ഭാഗ്യത്തിന് കുഞ്ഞുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും 2 എയർപോർട്ട് ആയതുകൊണ്ട് മമ്മിയും ഡാഡിയും എനിക്ക് ടെർമിനൽ 1 കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഒരു ദിവസം തന്നെ ഉണ്ട് ടെർമിനൽ 1 എയർപോർട്ട് കാണാൻ. സോ ഇതായിരുന്നു മെയിനായിട്ട് കാണേണ്ട കാര്യങ്ങൾ. മമ്മിയും ഡാഡിയും കാണിക്കാൻ ആഗ്രഹിച്ചതും HSBC റെയിൻ വോർട്ടെക്സ്, വേൾഡിലെ തന്നെ ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ ആണ്. ഇത് കാണിക്കാതെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് അവരുടെ ഫ്ലൈറ്റ് ടെർമിനൽ 1 നിന്നായിരുന്നു. നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ടുവിടുന്ന നമ്മൾ വ്ളോഗും അതുപോലെ തന്നെ റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. സിംഗപ്പൂർ എയർപോർട്ടിൽ വരുന്ന ആരായാലും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടെർമിനലിൽ നിന്ന് ഷട്ടിൽ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ ഫ്രീ ആയിട്ട്. അങ്ങനെ എൻ്റെ സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിത്ത് ലെവി ബേബി ആയിട്ട്. നല്ല ഉറക്കമാണ്. മമ്മിയും ഡാഡിയും ടെർമിനൽ 1 പോയി. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടുന്ന് എടുത്തു. ഓക്കെ, നല്ല സൂപ്പർ മഴയും വീഴും. എല്ലാവരും ഇവിടെ ചോദിക്കുമ്പോൾ ഒരേ ഒരു കാര്യം പറയാറുള്ളൂ, സിംഗപ്പൂർ ഭയങ്കര സേഫാണ്. അത് സത്യമാണ്. കാരണം ലെവിക്കുട്ടനായിട്ട് വന്നപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. എന്നെ കൊണ്ട് സ്ട്രോളർ എടുപ്പിച്ചില്ല, അല്ലാതെ ചെക്ക് ചെയ്തതേ ഉള്ളൂ. അതും തന്നെയാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിച്ച് കുഞ്ഞ് ഉറങ്ങുകയാണ്, കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഗേറ്റ് 10 ആണ് കേട്ടോ. അപ്പം ദേ ലെവിക്കുട്ടൻ നല്ല ഉറക്കമാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. മമ്മിക്കും ഡാഡിക്കും വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരോട് അവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. നല്ല മഴയും പിന്നെ ടെർമിനലിലേക്ക് എത്താൻ ലേറ്റ് ആവുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അതുകൊണ്ടാണ് വേഗം ഞാൻ കയറിയത്. അച്ഛൻ അവിടെ വെയിറ്റിംഗ് ആണ് ലെവിക്കുട്ടനെ കാണാൻ. എന്നെയല്ല ഇപ്പോൾ കാണാൻ വെയിറ്റിങ് അല്ല കേട്ടോ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നു. അപ്പം എനിക്കും ലെവിക്കുട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ അവനെ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നോക്കിയാലും അച്ചായുടെ സൗണ്ട് കേട്ട് കഴിയുമ്പം അച്ചായ മതി കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ ഞാൻ തോന്നുന്നു, അപ്പായോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. എന്തായാലും കുഞ്ഞുറക്കം ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ലഗേജും പ്രശ്നമില്ലായിരുന്നു. ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ടല്ലേ പോയെ. അപ്പം ആദ്യം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ കേട്ടോ. ലെവിക്കുട്ടാ, ചൂച്ചുമുള്ളിയോ ഫ്രഷായി ഞാനൊന്ന് കഴിയിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഫ്രഷ് ആയിട്ട് തന്നെ ആളിരിക്കുന്നു കരുതി. ലെവിക്ക് മാത്രം പോരല്ലോ, എനിക്ക് വാഷ്റൂമിൽ പോകണം. അപ്പോൾ ഒരു കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊച്ചി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പരിചയപ്പെട്ടു. അക്ക ലിൻറ്റു അല്ലേന്ന്. അതും ദൈവാനുഗ്രഹം. അപ്പോൾ ഞാനും വാഷ്റൂമിൽ പോയി സെറ്റായി. ഞാൻ ആക്ച്വലി ഹോട്ടലിൽ ഇരുന്ന് ആ സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലേസും സംഭവം. ലെവിക്കുട്ടൻ ഓക്കെയാണ്. വിൻഡോ സീറ്റൊക്കെ കെട്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. നല്ല മഴയുണ്ട്. നമ്മൾ എവിടെ പോവാ? മലേഷ്യ പോവാ. നമ്മൾ അമ്മയുടെ കൂടെ തനിച്ച് വരുവാണോ? നല്ല ബേബിയായിരുന്നു കേട്ടോ, വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. നാപ്പി ചേഞ്ചിങ് ഒക്കെ ചെയ്ത് നമ്മൾ പാല് കുടിക്കും അല്ലേ അല്ലേ. നല്ല സൂപ്പർ വിശപ്പായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയപ്പം ഞാനും മമ്മിയും ഡാഡിയും ആരും തന്നെ ഫുഡ് കഴിച്ചില്ല. രാവിലെ കഴിച്ചിട്ടുള്ള ചായ മാത്രമാണ് ഞങ്ങളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പൊന്നുമല്ല. ഇതിന് മുമ്പേ ഇച്ചുമണിയായിട്ട്, ഇച്ചുമണിക്ക് 8 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ ഇച്ചുമണിയും കൊണ്ട് തനിച്ച് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു 1 വീക്ക്. അക്കായിക്കും റീച്ചാനും ഭയങ്കര അതിശയമായിരുന്നു അത്. അതിനുശേഷം 3.5 മാസമുള്ള നമ്മുടെ രവിക്കുട്ടനായിട്ടാണ് പിന്നത്തെ എൻ്റെ യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പക്ഷേ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരെയും കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേന്ന്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേക്കുണ്ട് എങ്ങനെയാണ് ലാൻഡിങ്ങിൻ്റെ
ടൈമിലും ടേക്ക് ഓഫിൻ്റെ ടൈമിലും ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവകൃപയാൽ നല്ല ഉറക്കമാണ് ആൾ ഉറങ്ങാറ്. അങ്ങനെ സോളോ ട്രിപ്പിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മലേഷ്യ എത്തിയിരിക്കുകയാണ്. അമ്മ ചക്കര ഇപ്പോഴും ഉറങ്ങുകയാണ്. താങ്ക് ഗാഡ്. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല വിശക്കുന്നു, അതുമാത്രമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇമിഗ്രേഷൻ അങ്ങോട്ട് പോട്ടെ. മമ്മിയും ഡാഡിയും ആക്ച്വലി 5:15 ഫ്ലൈറ്റ്, 5 മണിയുടെ ഫ്ലൈറ്റിനാണ് കയറിയേ. എനിക്ക് തോന്നുന്നു അവരൊരു 6:15 ആകുമ്പോൾ എത്തുന്നു. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. മമ്മിക്ക് ആക്ച്വലി വിസ എടുത്തിട്ടില്ല, ഡാഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അകത്ത് തന്നെ നിൽക്കണോ പുറത്തിറങ്ങണോ എന്നുള്ള ഡൗട്ടിലാണ്. എന്തായാലും ഇപ്പോൾ ഒന്ന് പോട്ടെ. ഞങ്ങൾ ലാൻഡ് ചെയ്തതിന് ശേഷം ഞാനും ലെവിക്കുട്ടനും ആക്ച്വലി ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയില്ല. മമ്മിയും ഡാഡിയും വെയിറ്റ് ചെയ്ത് നിന്നു. മമ്മിക്ക് ആക്ച്വലി മലേഷ്യൻ വിസ ഉണ്ടായിരുന്നില്ലല്ലോ. 10 മിനിറ്റിനുള്ളിൽ സംഭവം ക്ലിയർ ചെയ്ത് കിട്ടി. ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് മലേഷ്യൻ വിസ കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ എവിടെയാണോ മമ്മിക്ക് വിസ കൊടുത്തത് അവിടെ തന്നെ നമ്മളുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തിട്ടാണ് അവർ വിട്ടത് ഞങ്ങളെ 3 പേരെ. സോ മലേഷ്യൻ വിസയുടെ ചാർജ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 റിംഗറ്റാണ്. അതായത് നാട്ടിലെ 3500 രൂപ. ഓൺലൈൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 25 പൗണ്ട്സ്, അതായത് 2500 ആവുള്ളൂ. ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് A2 എന്ന് പറഞ്ഞൊരു കൗണ്ടറിലൂടെ പുറത്തോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബാഗേജ്. അതെല്ലാം എടുത്ത് കളക്ട് ചെയ്തു. സോ പോവാം. ടാക്സി അച്ചു പറഞ്ഞു തന്നായിരുന്നു. നോർമലി ഒരുപാട് പേര് പുറത്ത് കാണുന്നു. 120 റിംഗറ്റ്സ് അത്ര എങ്ങാണ്ടാവുള്ളൂ. അതായത് 60 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമ്മുടെ ഹോട്ടലിലേക്ക്. കുലാലംപൂർ സെൻട്രലിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അച്ചു പറഞ്ഞു സൈഡിൽ ഓൺലൈനിൽ ഓൺലൈനല്ല, ഐ തിങ്ക് ടാക്സി സ്റ്റാൻഡ് പോലെ ഉണ്ട്, അവിടുന്ന് ബുക്ക് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും പോകട്ടെ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് നേരെ പുറത്തിറങ്ങിയതും ആദ്യം ചെയ്ത പരിപാടി ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇത്രയും പേര് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വെറും 12 പൗണ്ടേ ആയുള്ളൂ കേട്ടോ. അവിടുത്തെ എത്രയോ 57 റിംഗറ്റോ, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഇപ്പം വോയിസ് ഓവർ ചെയ്തപ്പോൾ പറഞ്ഞാണ്. സോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലെവിക്കുട്ടിനെ ഒന്ന് കുളിപ്പിച്ചു. സോ കുളിപ്പിച്ചെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അവനെ കുളിപ്പിച്ചു കേട്ടോ. ബേബി ചേഞ്ചിങ് റൂം ഉണ്ടായിരുന്നു അവിടെ. സോ അതൊക്കെ ചെയ്ത് ലെവിക്കുട്ടൻ ഭയങ്കര ഫ്രഷായി. അച്ചു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പുറത്തിപ്പുണ്ട്. അതൊന്നും ചെയ്യാതെ നേരെ പോയിട്ട് അതേ ഓതറൈസ്ഡ് ആയിട്ടുള്ള എയർപോർട്ട് ടാക്സി അവിടെ അവൈലബിൾ ആണ്. 120 റിംഗറ്റാണ്. നല്ല അടിപൊളി ഡ്രൈവറായിരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആകെ ആയത് 20 പൗണ്ട്സാണ്, 127 റിംഗറ്റ് എങ്ങാണ്ട്. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നേരെ ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് എത്തി. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഭയങ്കര, അതായത് സൂപ്പർ ടയർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുമായിരുന്നു. ഫ്ലാറ്റ് ഔട്ടായിരുന്നു കേട്ടോ ലെവിയും ഞാനും അച്ചായും. അച്ചായ ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ബാക്കി വിശേഷം പറയാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതാരായത്? സോ നമ്മൾ ഇന്നലെ രാത്രി വന്ന് ഇന്നാകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണെന്ന് നോക്കാൻ പോവാണ്. ഹോട്ടൽ ലോബി. അയ്യോ, എനിക്ക് കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണൊക്കെ മാറിയതുകൊണ്ടാണോ എന്നറിയില്ല. അയ്യോ, ഏത് ഫ്ലോറിലാണ് നിൽക്കേണ്ടതെന്നല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഗ്രൗണ്ടിൽ തന്നെ പോവാം. ഓക്കെ. അങ്ങനെ ഇന്നലെ നല്ല അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു. സോളോ ട്രിപ്പ് വിത്ത് മൈ ലെവിക്കുട്ടൻ. നമ്മുടെ പൊന്ന് നല്ല ഒടുങ്ങിയോ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഭയങ്കര ഞാൻ ഉറങ്ങിപ്പോയി. 10 മണി വരെയാണെന്ന് തോന്നുന്നു. മമ്മി 7 തൊട്ട് 10 വരെയാണെന്ന് പറഞ്ഞു. മമ്മീൻ്റെ അടി ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ താഴോട്ട് പോകുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം എന്താണെന്നറിയോ, ഒരു ലോങ് ഡേ ആണല്ലോ. ഒന്നാമത് ലേറ്റായിട്ടാണ് എണ്ണിച്ചത്. ഭാഗ്യത്തിന് ഞാൻ ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. 10:30 വരെ തന്നെ ഉണ്ടായിരുന്നു. മമ്മിയും ഡാഡി ആക്ച്വലി നേരത്തെ കഴിച്ചു. ഞാനും ലെവിയും കുറച്ച് ടൈം എടുത്താണ് കഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവി ആയിട്ട് ഞാൻ ഒന്നും കൂടെ ലെവി ഒന്ന് ഫ്രഷൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷമാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അന്ന് ഒരുപാട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് അന്നൊരു ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു ടൂറിസ്റ്റ് എവിടെയെങ്കിലും ഒരു ഗൈഡിനെയൊക്കെ ഒപ്പിച്ചതിന് ശേഷം കറങ്ങാമെന്നാണ്. വെതർ ഇടയ്ക്കിടയ്ക്ക് മലേഷ്യയുടെ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെയും ആക്ച്വലി നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അവർ ആക്ച്വലി വന്ന് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ. ഇതിൻ്റെ അടിയിലാണ് KLCC പാർക്ക്, അത് തന്നെയാണെന്ന് തോന്നുന്നു. സോ ഇതും ആക്ച്വലി മലേഷ്യൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഓ എൻ്റെ മുടിയെല്ലാം പിടിച്ചു. അമ്മേ, മുടി ആക്ച്വലി വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുളിക്കാൻ പോവാ. ഗുങ്കിരി എൻ്റെ മുടി. അമ്മയുടെ മുടിയേ ലവി, അമ്മയുടെ മുടി വിടുവോ? ലവി, അമ്മയുടെ മുടി വിടുവോ? ഹലോ. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു Q&A എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.